അരുണാചൽ പ്രദേശിൽ മരിച്ച മലയാളികളായ 3 പേരും അന്ധവിശ്വാസത്തെ തുടർന്ന് പിന്തുടർന്നിരുന്നു എന്നതിന് കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡോൺ ബോസ്കോ എന്ന ഐഡിയിൽ നിന്ന് ആര്യയ്ക്ക് വന്ന മെയിലിൽ പരാമർശിക്കുന്ന ക്രിസ്റ്റലുകളും ചിത്രങ്ങളും നവീന്റെ കാറിൽ നിന്ന് കണ്ടെടുത്തു. അരുണാചൽ യാത്രയ്ക്ക് മുമ്പ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച കാറിലാണ് തെളിവുകൾ ഉള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വി വിനോദ് ആണ് അല്പസമയത്തിനകം ചേരുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇപ്പോഴും പിടിതരാത്ത ഒരു സംഭവമായി മാറുകയാണ് അരുണാചൽ പ്രദേശിലെ മലയാളി ദമ്പതികളുടെയും ഒപ്പം സുഹൃത്തിന്റെയും മരണം. ഇവർ എന്തിനാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത്, ഇവർ എന്ത് വിശ്വാസത്തെയാണ് പിന്തുടർന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആണ് വ്യക്തത കൈവരേണ്ടത്. ബ്ലാക്ക് മാജിക് പല സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആഭിചാര പ്രക്രിയകൾ നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒക്കെ പുറത്തുവരുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇത്തരത്തിൽ ഈ മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോഴും എന്താണ് അതിന് പിന്നിലെ കാരണം എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ഇവർ ഇത്തരത്തിൽ അന്ധവിശ്വാസത്തെ പിന്തുടർന്നു എന്നതിന്റെ കൂടുതൽ തെളിവുകൾ ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഇതിലിപ്പോൾ ഈ നവീൻ തന്നെയാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന തരത്തിലേക്കാണോ എത്തുന്നത്? അഭിലാഷ്, ആ നിലയ്ക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചേരുന്നത്. കാരണം നവീൻ്റെ കാറിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നു. അതിൽ നിഗ്രഹ ജീവിയുടെ നമ്മൾ സാധാരണ നിലയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ, ആ തരത്തിലുള്ള ചിത്രം കണ്ടെടുക്കുന്നുണ്ട്, ക്രിസ്റ്റൽ കണ്ടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കത്തികൾ ഇതിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ആര്യ നേരത്തെ ഡൗൺലോഡ് ചെയ്ത PDF ഫയൽ. അതിൽ അന്യഗ്രഹ ജീവി, അങ്ങനെ ഒരു സാങ്കല്പിക കഥാപാത്രം, മിതി എന്ന പേരിലെ സാങ്കല്പിക കഥാപാത്രം സംവദിക്കുന്ന തരത്തിലാണ്, ചോദ്യോത്തര മാതൃകയിലാണ് അതിലെ അവരുടെ സംവാദം നടക്കുന്നത്. ഈ PDF ആണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അതിൽ പറയുന്ന പല കാര്യങ്ങളും ഈ കണ്ടെടുത്ത വസ്തുക്കളുമായി ഒത്തുനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡോൺ ബോസ്കോ എന്ന പേരിൽ ഒരു ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ള സന്ദേശങ്ങൾ അതെല്ലാം തന്നെ അയച്ചിട്ടുള്ളത് നവീനാകാം എന്ന ഒരു നിഗമനം കൂടിയുണ്ട്. ആര്യയെ വളരെ തന്ത്രപൂർവ്വം ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നുകൂടി നമ്മൾ കരുതേണ്ടി വരും. പക്ഷേ പോലീസിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസിൻ്റെ അവലോകന യോഗം ചേരുന്നുണ്ട്. ഇതുവരെയുള്ള ഈ കേസ് അന്വേഷണത്തിൻ്റെ പുരോഗതിയാണ് വിലയിരുത്തുന്നത്. ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം നൽകും. ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നവീൻ തന്നെയാണ് ആദ്യം ഇതിൽ ആകർഷണനാകുന്നത്. പിന്നീട് ഭാര്യയെയും തുടർന്ന് ഭാര്യയുടെ സുഹൃത്തിനെയും ഇതിലേക്ക് കൊണ്ടുവരുന്നു. നവീനും ദേവിയും നേരത്തെ തന്നെ അരുണാചൽ പ്രദേശിലേക്ക് പോയിട്ടുണ്ട്. ആ സ്ഥലത്ത് നേരത്തെ തന്നെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസ സംഘങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരം ആളുകൾ ഉള്ള ഇടമാണ്, അവരുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവർ അവിടെ തിരഞ്ഞെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നൊരു നിഗമനമാണുള്ളത്. ഏതായിരുന്നാലും ഇപ്പോൾ കാറിൽ നിന്ന് കൂടുതൽ തെളിവുകൾ കിട്ടുമ്പോൾ ബ്ലാക്ക് മാജിക് തന്നെയായിരുന്നു എന്നതിന് കൂടുതൽ സ്ഥിരീകരണമാവുകയാണ് അഭിലാഷ്. ഒപ്പം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ത് കാരണം അല്ലെങ്കിൽ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിലിപ്പോൾ ഈ ആര്യയുടെ കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ, മകൾ ചതിക്കപ്പെട്ടതാണ്, മകളെ ആരോ ഇതിലേക്ക് നയിച്ചതാണ് എന്നൊക്കെ. ഇത്തരം ആക്ഷേപങ്ങൾ പരസ്പരമുണ്ട്. പക്ഷെ നമുക്ക് ആ കുടുംബാംഗങ്ങളുടെ പ്രതികരണം പോലും നൽകുമ്പോൾ പരിമിതിയുണ്ട്, ഇത്തരത്തിലൊരു വാർത്തയായതുകൊണ്ട് തന്നെ. പക്ഷേ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടോ? ഇവർ ഈ 3 പേർ എന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ? ഇത്തരം കാര്യങ്ങൾ ഇനി പോലീസിന് കണ്ടെത്തേണ്ടതല്ലേ? തീർച്ചയായും നവീനെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ നവീൻ ഇതുവരെ സഞ്ചരിച്ച വഴികൾ, അദ്ദേഹം ഉപയോഗിച്ച ഉപകരണങ്ങൾ, അത് പ്രത്യേകിച്ച് ഫോണും അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. സൈബർ സെല്ലിൻ്റെ സേവനം ഇപ്പോൾ തന്നെ ഈ അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. നവീനാണ് ഇവരെ രണ്ടുപേരെയും അതിലേക്ക് കൊണ്ടുപോകുന്നത് എന്നത് വ്യക്തമാണ്. കാരണം 10 വർഷം മുൻപാണ് നവീൻ്റെയും ദേവിയുടെയും വിവാഹം കഴിയുന്നത്. അതിനുശേഷം അവർ സാധാരണ നിലയിലുള്ള ജീവിതമായിരുന്നു. 4 വർഷം മുൻപാണ് ഇങ്ങനെയുള്ള ഒരു ആഭിചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നവീൻ്റെ ശ്രദ്ധ മാറുന്നത്. തുടർന്ന് ഭാര്യയെയും അതിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ദേവിയുടെ ഒരു കരിയർ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വളരെ ആക്റ്റീവായി ഇടപെടുന്ന, മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന, സജീവമായി ഇടപെട്ടിരുന്ന, സ്കൂളിൽ നന്നായി പഠിച്ചിരുന്ന അധ്യാപകരെല്ലാം തന്നെ വലിയ ബഹുമാനത്തോടെ ഓർക്കുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു കുട്ടിയാണ് ദേവി. വളരെയധികം സജീവമായിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് മുറിയടച്ചിരിക്കുന്ന നിലയിലേക്ക് പോകുന്നു. അത് ഈ നവീൻ്റെ ഇതിലേക്കുള്ള താല്പര്യം, അത് ഭാര്യയെ കൂടി ആ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നു. ദേവി പിന്നീട് ആരോടും അധികം സംസാരിക്കാതാകുന്നു. ദേവിയും ആര്യയും ഒരു സ്കൂളിൽ ഒരുമിച്ച് പഠിപ്പിച്ചിരുന്നവരാണ്. ദേവി ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപികയായിരുന്നു. അതേ സ്കൂളിൽ തന്നെ ആര്യ ഫ്രഞ്ച് പഠിപ്പിക്കുന്ന അധ്യാപികയായിരുന്നു. ആ നിലയ്ക്ക് ഉള്ള പരിചയം
കോവിഡിന് ശേഷം ഇവർ തമ്മിൽ നേരിൽ കണ്ടിരുന്നില്ല. ഇമെയിലിലൂടെയായിരുന്നു മിക്കവാറും ഇവർ സംസാരിച്ചിരുന്നത്. അതുതന്നെ കോഡ് ഭാഷയിലായിരുന്നു. അത് ഡീകോഡ് ചെയ്യണം, അതെന്താണ് ഇവർ സംസാരിച്ചിരുന്നത് ഇവർക്ക് മാത്രം മനസ്സിലാകുന്ന തരത്തിൽ അത് ഈ അന്യഗ്രഹവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു ഇവർ സംസാരിച്ചിരുന്നത്. ഇവർ കൂടുതലും വായിച്ചിരുന്നതും യൂട്യൂബിൽ സെർച്ച് ചെയ്തിരുന്നതും ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ പോലീസ് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ ഇതിലേക്ക് കൊണ്ടുപോയ ഘടകം എന്താണ് അത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ നേരത്തേക്ക് പറഞ്ഞതുപോലെ ഈ ഡാർക്ക് നെറ്റുമായി ബന്ധപ്പെട്ട സംഘങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിന് പുറത്ത് സാധാരണ നിലയിൽ അരുണാചൽ പ്രദേശിൽ ഇവർ പോകുമ്പോൾ അവിടെയുള്ള ആളുകളോ സംഘങ്ങളോ ഇവരെ സ്വാധീനിച്ചിരുന്നോ, മറ്റേതെങ്കിലും സംസ്ഥാനത്തുള്ള ആളുകളോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘങ്ങൾ ഇവരെ സ്വാധീനിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഡോൺ ബോസ്കോ എന്ന സന്ദേശം അല്ലെങ്കിൽ ആ മെയിൽ ഐ ഡിയിൽ വന്ന സന്ദേശങ്ങൾ ഒന്നുകിൽ ആര് തന്നെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ആര്യയെ കൊടുക്കാൻ നവീൻ തയ്യാറാക്കിയത് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനമുള്ളത്. ഇക്കാര്യങ്ങളിലൊക്കെയും ഇന്നത്തെ അന്വേഷണ പുരോഗതി യോഗമുണ്ട്. അതിനുശേഷമായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകുക. അഭിലാഷ്, തീർച്ചയായും ഇതിൽ വിനോദ്, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച 1-2 വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കേഡൽ 2017 ആയിരുന്നു കേഡൽ എന്ന യുവാവ് അച്ഛനെയും അമ്മയും ഒക്കെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നല്ല സാമ്പത്തിക പശ്ചാത്തലം ഉണ്ടായിരുന്ന കുടുംബമാണ്, വിദ്യാഭ്യാസമുള്ള യുവാവായിരുന്നു. ഏതാണ്ട് 15 വർഷത്തോളം ആയി ഇത്തരത്തിൽ ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട് സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്തിരുന്നു കേഡൽ. പക്ഷേ പുറം ലോകം അത് അറിഞ്ഞിരുന്നില്ല, കുടുംബാംഗങ്ങൾ പോലും അറിഞ്ഞിരുന്നില്ല. ഇലന്തൂരിൽ നടന്നിട്ടുള്ള നരബലി നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയൊന്ന് കേരളത്തിൽ നടന്നോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ തമിഴ്നാട് സ്വദേശിനിയെ കാണാതാകുന്നു. ആ സ്വദേശിനിയുടെ മകൻ നടത്തിയ നിരന്തര പോരാട്ടം, ഒരുപക്ഷെ പോലീസിനേക്കാൾ ഉപരിയായി അമ്മയെ കാണാനില്ല എന്ന മകന്റെ കൃത്യമായ അന്വേഷണം, അതാണ് ഇലന്തൂരിലെ നരബലിയിലേക്കൊക്കെ എത്തിച്ചത്. അപ്പോൾ ഇതിനെല്ലാം ഒരു രഹസ്യ സ്വഭാവമുണ്ട്. ഇവരാരൊക്കെയായി ബന്ധപ്പെടുന്നു, ഇവരെ ആരൊക്കെ സ്വാധീനിക്കുന്നു, ഇതൊക്കെ കണ്ടെത്തുക അങ്ങേയറ്റം ശ്രമകരമാണ്. ഇവിടെ ഇപ്പോൾ ഈ 3 പേർ മാത്രമാണ് ഇവിടെ നിന്ന് അരുണാചൽ പ്രദേശിലെത്തുന്നു, അവിടെ താമസിക്കുന്നു, അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു. ബാഹ്യമായി മറ്റ് ഇടപെടലുകൾ കണ്ടെത്തുക എന്നത് പ്രയാസകരമായി പോകുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചുരുളഴിക്കുക, അതായത് ഈ കോഡ് ഭാഷ എന്ത് എന്ന് തിരിച്ചറിയുക, അതൊക്കെ അത്ര വേഗത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒന്നാണോ? ആ ശ്രമകരമായ ദൗത്യത്തെ എങ്ങനെയാണ് പോലീസ് നിരീക്ഷിക്കുന്നത്? അഭിലാഷ്, കേഡൽ ജെൻസൺ രാജയുടെ കാര്യം നമുക്കറിയാം. ഓസ്ട്രേലിയയിൽ ഉന്നത പഠനത്തിന് പോകുന്നു. അവിടെ നിന്നാണ് തിരികെ വരുന്നത്. വരുമ്പോഴേക്കും ആഭിചാരം എന്ന ഒരു വലയത്തിലേക്ക് കേഡൽ എത്തിപ്പെട്ടിരുന്നു. പിന്നീടാണ് മാതാപിതാക്കളെയും സഹോദരിയെയും വീട്ടിൽ ജോലിക്ക് നിന്ന സ്ത്രീയെയും കൊലപ്പെടുത്തുകയും കത്തിക്കുകയും ഒക്കെ ചെയ്തത്. ഏറ്റവും നിഷ്ഠൂരമായ ഒരു കാര്യമായിരുന്നു. മനോനില പൂർണ്ണമായും തെറ്റി ഇങ്ങനെ ഈ മന്ത്രവാദം എന്നുള്ള നിലയ്ക്കൊക്കെയും ചിന്തിച്ച് മാതാപിതാക്കളെ തന്നെ കൊല്ലുന്ന, സഹോദരിയെയും വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയെയും ഒക്കെയും കൊല്ലുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. അവിടെ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ളൊരു കാര്യമായിരുന്നു. പൊതുവിൽ ഈ മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ എപ്പോഴും ഒരു നരബലി അവർ സൃഷ്ടിക്കും. അതുതന്നെയാണ് ഇലന്തൂരിലും ഉണ്ടായത്. ആ തരത്തിലുള്ള നരബലി തന്നെയാണ് ഇവിടെയും. അങ്ങനെ ഒരു നരബലിയുടെ സാധ്യത കൂടി അവശേഷിക്കുന്നുണ്ട്. 3 പേരെ കൈഞ്ഞരമ്പ് അറുത്ത നിലയിൽ കാണുമ്പോൾ അതിൽ 2 കൊലപാതകമാണെന്ന സംശയം കൂടിയുണ്ട്. കാരണം നവീൻ ഭാര്യയെയും ഭാര്യയുടെ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നൊരു നിഗമനം കൂടിയുണ്ട്. ഇതെല്ലാം തന്നെ ഇനിയും സ്ഥിരീകരിക്കണം. കൂടുതൽ രാസപരിശോധനയുടെ റിസൾട്ടുകളെല്ലാം വരേണ്ടതുണ്ട്. ഇത് 3 ആത്മഹത്യയാണോ എന്ന കാര്യത്തിൽ കൂടി സംശയം അവശേഷിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഇവരെ അവിടെ എത്തിക്കുകയാണ്. ആര്യ വീട്ടിൽ നിന്ന് 26-ന് പുറപ്പെടുന്നു, വീട്ടുകാരോട് പറയാതെയാണ് പോകുന്നത്. അടുത്ത മാസം വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിന് തൊട്ട് മുൻപാണ് ഇങ്ങനെ ഒരു യാത്ര. 27-ന് തന്നെ പരാതി നൽകുന്നു. തുടർന്ന് പോലീസ് അന്വേഷിക്കുന്നു. പക്ഷേ അപ്പോഴും ഒരു കാലതാമസമുണ്ടായത്. കോട്ടയത്ത് നിന്ന് ദമ്പതികൾ അരുണാചൽ പ്രദേശിലേക്ക് പോയത് അവിടെ പറഞ്ഞിട്ടായിരുന്നു, വീട്ടിൽ പറഞ്ഞിട്ടായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ ഈ 2 സംഭവങ്ങളെയും തമ്മിൽ ബന്ധിക്കുന്നതിന് ആദ്യം പോലീസ് അന്വേഷണത്തിന് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു സാധ്യത പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാധ്യത പോലും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഇവർ അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് നവീൻ്റെ ഇടപെടലിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത്. 4 വർഷം മുൻപാണ് നവീൻ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. കോവിഡിൻ്റെ സമയത്ത് ഇവർ തമ്മിൽ സംസാരിച്ചിരുന്നു. ആര്യ തന്ത്രപൂർവ്വം ഇതിലേക്ക് വലിച്ചിടുകയായിരുന്നു എന്നൊരു നിഗമനം കൂടിയുണ്ട്. 2 പേരുടെ മരണം അത് കൊലപാതകം ആകാനുള്ള സാധ്യത അതും പോലീസ് തള്ളിക്കളയുന്നില്ല. അഭിലാഷ്, എന്തായാലും ഇപ്പോൾ ഈ കാറിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള വസ്തുക്കൾ, അതായത് ക്രിസ്റ്റൽ, കത്തി ഉൾപ്പെടെയുള്ളവയെല്ലാം അത് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊരു സാത്താൻ സേവ അല്ലെങ്കിൽ മരണാനന്തര ജീവിതമുണ്ട്, അന്യഗ്രഹ ജീവികൾ ഉണ്ട്, അവരുമായൊക്കെ ആശയവിനിമയം നടത്താൻ സാധിക്കും. അങ്ങനെയുള്ള സൂചനകളിലേക്ക് കൃത്യമായി പോലീസിനെ എത്തിക്കുന്ന ഒന്നായി വേണം വിലയിരുത്താൻ. അങ്ങനെയാണോ?
അഭിലാഷ്, ഈ ആൻഡ്രോമേഡ എന്ന് പറയുന്ന ഒരു മറ്റൊരു പ്രപഞ്ചം, അവിടെ ഒരു മറ്റൊരു സ്ഥലത്തേക്ക് അവിടേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇവർ നടത്തി എന്നത് തന്നെയാണ് മനസ്സിലാകുന്നത്. അതിൽ ഇവർ അവരുടേതായ കാര്യങ്ങൾ, അതായത് ഈ മിതി എന്ന് പറയുന്ന സാങ്കല്പിക കഥാപാത്രം, അത് മനുഷ്യനിർമ്മിതമാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. കാരണം ആരോ തയ്യാറാക്കിയ ഒരു PDF ഫയലാണ് അത്. ഇവർ വിശ്വസിച്ചിരുന്നു എന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, പക്ഷേ ഇവർ അതിൽ ആ വലയിൽ വീണു എന്നത് തന്നെയാണ് അവർ പറയുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ നമുക്കറിയാം, ഈ നാസയൊക്കെയും വലിയ പര്യവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. മനുഷ്യനെ പല സ്ഥലത്തേക്ക് അയക്കാനുള്ള സാധ്യതകൾ ഈ പറയുന്ന, നമ്മൾ മനഃശാസ്ത്രജ്ഞരുമായി സംസാരിക്കുമ്പോൾ, സൈക്കോളജിസ്റ്റുമായി കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് സൂര്യനെ പോലെ നക്ഷത്രങ്ങൾ നിൽക്കുന്നു, അത് ഒരുപക്ഷെ അവിടെ എല്ലാം ഗ്രഹങ്ങൾ ഉണ്ടാകാം, ജീവസാന്നിധ്യം ഉണ്ടാകാം, മറ്റേതെങ്കിലും ജീവിവർഗ്ഗങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതെല്ലാം കണ്ടെത്തേണ്ടതാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് അവിടെ എത്താം എന്ന് പറയുന്നത് അതൊരു ബുദ്ധിശൂന്യമായ കാര്യമാണ്. ആ ഒരു ബുദ്ധിശൂന്യതയിലേക്കാണ് ഇവർ ചെന്ന് വീണത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ഉൽക്കയിൽ നിന്നുള്ള ആൻറ്റി കാർബൺ ഇതിൻ്റെ ഇന്ധനമാക്കുന്നു, സ്പേസ് ഷിപ്പുകളിൽ അത് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നു, അങ്ങനെ മറ്റ് പല ഗ്രഹങ്ങളിലേക്കും എത്താം എന്ന ഒരു സങ്കല്പം. അവിടെയും ഇവർ ആത്മഹത്യയാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരെ കൊലപ്പെടുത്തി ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിന് ഇവർക്ക് പ്രചോദനമായത്, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ചിന്തിപ്പിച്ചത് ഈ PDF ഫയലുകൾ മാത്രമാണോ, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. ഇന്ന് രാവിലെയും DCP ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിരുന്നു. അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്, കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കാറിൽ നിന്ന് ലഭിച്ച ഈ ക്രിസ്റ്റലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അന്യഗ്രഹ ജീവി, അത് സാധാരണ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലേക്കും നമ്മൾ സാധാരണ നിലയിൽ കാണുന്ന തരത്തിലുള്ള അന്യഗ്രഹ ജീവിയുടെ ഒരു ചിത്രം, ഈ ക്രിസ്റ്റൽ കത്തികൾ, ഇതെല്ലാം തന്നെ ഇവർക്ക് ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധമുണ്ട്. അല്ലെങ്കിൽ അവരുടെ റൂമിൽ നിന്ന് കണ്ടെടുത്ത പാത്രം, അതിലുണ്ടായിരുന്ന തലമുടി, കറുത്ത വളപ്പൊട്ടുകൾ, ഇതെല്ലാം തന്നെ ഈ മന്ത്രവാദം പോലുള്ള കാര്യം എന്തോ ചെയ്യുന്നതിന് വേണ്ടി ഇവർ തയ്യാറാക്കിയതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അക്കാര്യങ്ങളിലൊക്കെയും ഇനിയും സ്ഥിരീകരണമുണ്ട്. ഇവരുടെ ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അതെല്ലാം തന്നെ കൂടുതൽ ശാസ്ത്രീയമായി പരിശോധിച്ച് മാത്രമേ ഇത്തരത്തിൽ അപ്പോഴും വിനോദ്, നവീൻ, ഭാര്യ ദേവി, ആര്യ എന്നിങ്ങനെ 3 പേരിന് അപ്പുറത്തേക്ക് പോലീസിന് ഇപ്പോഴും കടക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? കാരണം നവീനായിരിക്കണം ആര്യയെ അടക്കം ഇതിലേക്ക് ആകർഷിച്ചത്. ദേവി നവീന്റെ ഭാര്യയാണ്. ആ നിലയിൽ കൂടുതൽ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. പക്ഷേ ആര്യയെ പോലെ ഒരാളെ എത്തിക്കുമ്പോൾ സ്വാഭാവികമായും നവീൻ മറ്റ് ആളുകളെ കൂടി ഇങ്ങനെയൊരു ലോകത്തിലേക്ക്, ഇങ്ങനെയൊരു ചിന്തയിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിച്ചിരുന്നോ? അങ്ങനെ എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഇതുവരെയുള്ള അന്വേഷണത്തിൽ, അതായത് കഴിഞ്ഞ ദിവസവും നവീൻ്റെ വീട്ടുകാരെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഈ 3 പേരും ഒരുമിച്ചുള്ള യാത്രകളാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ മറ്റാരെങ്കിലും ഇവർക്കൊപ്പം സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ ഇവരുമായി ഇടപഴകിയതുമായി ബന്ധപ്പെട്ടോ വിവരങ്ങളില്ല. ഏറ്റവും ഒടുവിൽ ആര്യയുടെ ഫോൺ കോളിൽ നിന്ന് പോയ കോൾ ലിസ്റ്റ് മനസ്സിലാക്കിയാണ് ഇവരാണ് ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുള്ളത് എന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഇവർ യാത്ര ചെയ്യുന്നത് പോലെ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് ഇവരുടെ യാത്രാ വിവരം പൂർണ്ണമായി ശേഖരിക്കുന്നതിന് പോലീസിന് സാധിച്ചിട്ടില്ല. കൊൽക്കത്തയിലേക്ക് പോയെന്ന് കരുതുന്നു, അതിനുശേഷം അസം, അവിടെ നിന്ന് അരുണാചൽ പ്രദേശ്, ഈ നിലയ്ക്ക് ഇവർ യാത്ര ചെയ്തു എന്ന് കരുതുന്നുണ്ട്. പക്ഷേ ഈ യാത്രയിൽ ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള യാത്രകളിൽ ഇവരുടെ കൂടിച്ചേരലുകളിൽ മറ്റാരുടെയെങ്കിലും നേരിട്ടുള്ളതോ അല്ലെങ്കിൽ അല്ലാതുള്ള ഒരു സാന്നിധ്യം ഇവരുമായി സംവദിക്കുന്ന തരത്തിലുള്ള മറ്റെവിടെയെങ്കിലും ഇരുന്ന് ഫോണിലോ അല്ലെങ്കിൽ മെയിൽ വഴിയോ ഇവരുമായി സംസാരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇതുവരെ ഉള്ള തെളിവുകൾ വെച്ച് മറ്റൊരാളുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വന്ന മെയിലിൻ്റെ ഐഡിയാണ് അത് ഒരുപക്ഷെ ഇവരിൽ ഒരാൾ തന്നെ സൃഷ്ടിച്ചതാകാം എന്നൊരു നിഗമനം കൂടി ഉണ്ട്. അഭിലാഷ്, അധ്യാപക ദമ്പതികളും സുഹൃത്തും എങ്ങനെയാണ് അരുണാചൽ പ്രദേശിൽ എത്തി അവിടെ വെച്ച് മരണപ്പെട്ടത്? ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് അതിന് കാരണം? ഇവർ ബ്ലാക്ക് മാജിക്കിന്റെ ഭാഗമായിരുന്നോ? സാത്താൻ സേവയുടെ ഭാഗമായി തന്നെയാണോ മരണം? മറ്റുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടോ? ബാഹ്യമായി ഇടപെടലുണ്ടോ? അങ്ങനെ അന്വേഷണം അതിവിപുലമായി നടത്തേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വം തന്നെയാണത്. പോലീസ് ഇപ്പോഴും അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ആളുകൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് ഈ ഘട്ടത്തിലെത്താൻ എന്തായാലും പോലീസിന് സാധിച്ചിട്ടില്ല.